പണ്ട് മുതൽക്കേ നമ്മുടെ തോട്ടങ്ങളിൽ അതിമനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന ചേഞ്ചിങ് റോസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ കളർ മാറ്റം നിങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹിബിസ്കസ് മറ്റാബിലിസ് എന്ന ശാസ്ത്രീയ നാമമുള്ള നമ്മുടെ ചേഞ്ചിങ് റോസിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ പല കളറുകളായി മാറുന്ന ഈ റോസ് അത്ഭുതപ്പെടുത്താറുണ്ട് പലപ്പോഴും. ഇത് പണ്ട് തന്നെ നമ്മുടെ തോട്ടങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ചെടിയാണെങ്കിലും ഇപ്പോൾ ഇതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചേഞ്ച് ആവുന്നത്? നമ്മൾ പല ഫ്ലവേഴ്സും കണ്ടിട്ടുണ്ട് ഇങ്ങനെ കളറ് മാറുന്നത്, പക്ഷെ ഒരു ദിവസം കൊണ്ട് ഇത്രയും കളറിൽ മാറുന്ന ഒരു ഫ്ലവർ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഞാൻ തന്നെ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട് ചേഞ്ച് ആവുന്ന കളർ ചേഞ്ച് ആവുന്ന ഫ്ലവർ. പക്ഷേ ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് 3-4 കളറിലേക്ക് മാറുന്ന ഒരു ഫ്ലവറിൻ്റെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. അതിരാവിലെ തന്നെ ഈ ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നു, കണ്ടില്ലേ? ഇത് 6 മണിക്ക് ശേഷം ഇതാണ് ഈ ഒരു പേപ്പർ വൈറ്റ് കളറിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല പ്യുവർ വൈറ്റ് ആണ്. അപ്പോൾ നോക്കിക്കോ, ഒരു പിങ്ക് കളർ പോലും ഇതിലില്ല. അപ്പോൾ നമുക്കറിയാം ഇത് എത്രത്തോളം ചേഞ്ച് ആവുന്നുണ്ടെന്ന്. വൈകുന്നേരം ആവുമ്പോൾ ഈ ഒരു വൈറ്റ് കളറേ അല്ല, ഇത് ആഫ്റ്റർനൂണിൽ ഉള്ളതാണ്. ബേബി പിങ്ക് കളറാണ് ഉള്ളത്. വൈറ്റ് കളറിന് മാറി ബേബി പിങ്ക് കളറിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഒരു 4 മണി ആവുമ്പോഴേക്കും നല്ല പിങ്ക് കളറായി മാറും. അപ്പോൾ അതിൽ വൈറ്റ് കളർ ഒട്ടും തന്നെ ഇല്ല. അതാണ് ഈ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കളറിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഹ്യൂമിഡിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ കളർ മാറുന്നതാണ്. അതായത് നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ തോതനുസരിച്ച് ഇതിൽ വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ഈ ഒരു ഫ്ലവറിൻ്റെ കളർ ചേഞ്ച്. ഇതിന് ചേഞ്ചിങ് റോസ് എന്നാണ് പേരെങ്കിലും റോസുമായിട്ട് ഒരു സാമ്യവുമില്ല. റോസിൻ്റെ മുള്ളും അതുപോലുള്ള ഒന്നും ഈ ഒരു പ്ലാന്റിനില്ല. ഇത് അത്യാവശ്യം ഒരു ട്രീ പോലെ വളരുന്ന, അത്യാവശ്യം ഹൈറ്റിൽ വളരുന്ന ഒരു ചെടിയാണ്. പിന്നെ കുറ്റിച്ചെടിയായിട്ടും നമുക്ക് ഇത് നിലനിർത്താൻ പറ്റും. ഇതിൻ്റെ കമ്പ് പൊട്ടിച്ചെടുത്തിട്ട് നമുക്കിത് വളർത്തിയെടുക്കുവാനും പറ്റും. അതുപോലെ ഏത് മണ്ണിലും ഏത് കാലാവസ്ഥയിലും വളരുന്ന നല്ലൊരു ചെടിയാണിത്. ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ചൈനയാണ്. എങ്കിലും ഏതൊരു പ്രദേശത്തും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണിത്. പണ്ട് കാലം മുതൽക്കേ നമ്മുടെ നാടുകളിലൊക്കെ മിക്ക വീടുകളിലും കാണപ്പെടുന്ന ഒരു ചെടിയാണിത്. മതിലരികുകളിലൊക്കെ കാണപ്പെടുന്ന ചെടിയാണ്. നന്നായിട്ട് ഏതൊരു കാലാവസ്ഥയിലും പൂക്കൾ തരികയും ചെയ്യും. പ്രത്യേകിച്ച് വളങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. പിന്നെ ചാണകപ്പൊടി ചേർത്ത് കൊടുത്താൽ ഫ്ലവറിന് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവുകയും അതുപോലെ കൂടുതൽ ശാഖകൾ വന്ന് നിറയെ മൊട്ട് പിടിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ തോട്ടത്തിലുണ്ടെങ്കിൽ മറ്റൊരു ചെടിയുടെയും ആവശ്യമില്ല, അത്രത്തോളം ഭംഗിയാണ്. ഇതിങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാവും. ഒരു ഡ്രാമാറ്റിക് ചേഞ്ചുള്ള ഒരു ഫ്ലവറാണിതെങ്കിലും വൈകുന്നേരം ആവുമ്പോഴേക്കും ഇത് വാടിപ്പോവും. ഇത് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ കളർ ചേഞ്ച് ആവും, എങ്കിലും വൈകുന്നേരം ഇത് വാടിപ്പോവും. പിറ്റേ ദിവസം പുതിയ മൊട്ട് വിരിഞ്ഞ് പുതിയ പൂവുണ്ടാവും, നിറയെ മൊട്ടുകളുണ്ടാവും. ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ? ചെമ്പരത്തിയുമായിട്ട് ഒരു സാമ്യവുമില്ല, എങ്കിലും ഇത് ചെമ്പരത്തി ഫാമിലിയിൽ പെട്ടതാണ്. ഹിബിസ്കസ് മറ്റാബിലിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. കൂടാതെ ചേഞ്ചബിൾ റോസ്, ചൈനീസ് റോസ്, കോൺഫെഡറേറ്റ് റോസ്, കോട്ടൺ റോസ്, മായച്ചെമ്പരത്തി തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. എൻ്റെ നാട്ടിൽ ഇതിനെ ചേഞ്ചിങ് റോസ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കമ്പ് മാറ്റി നടിൽ തന്നെയാണ്. കമ്പ് പൊട്ടിച്ചെടുത്ത് നമുക്ക് ഗ്രോ ബാഗിൽ വളർത്തിയതിന് ശേഷം മണ്ണിലോട്ട് മാറ്റി നടാം. സമ്മർ സീസൺ ആവുമ്പോഴേക്ക് ഏകദേശം പൂക്കളൊക്കെ കഴിയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഗ്രോ ബാഗിൽ വളർത്തിയതിന് ശേഷം മഴക്കാലം ആവുമ്പോഴേക്കും നമുക്ക് മണ്ണിലോട്ട് മാറ്റി നട്ടാൽ നന്നായിട്ട് ഇലകൾ പിടിച്ച് കിട്ടും, കമ്പുകൾ വരികയും അതുപോലെ പൂക്കളും വരികയും ചെയ്യും. പിന്നെ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റുള്ള സ്ഥലത്തോട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സൺലൈറ്റ് ആവശ്യമുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത്, എങ്കിലേ ആ പെർഫെക്റ്റ് കളറ് കിട്ടുള്ളൂ. കാരണം സൺലൈറ്റ് ആശ്രയിച്ചിട്ടാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത്.
പോട്ടിലൊക്കെ ആണെങ്കിൽ വാട്ടറിങ് ആവശ്യമുള്ളൊരു പ്ലാന്റാണ്. ഡെയിലി നമ്മൾ നനച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ മണ്ണിലാണെങ്കിൽ ഇത് നന്നായിട്ട് വളർന്ന് തുടങ്ങുമ്പോൾ പിന്നെ അത്രത്തോളം വാട്ടറിങ് ഒന്നും ആവശ്യമില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം നനച്ചാൽ മതി. അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റിൽ ഇത് എവിടെയാണെങ്കിലും വളർത്തുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലാന്റ് നഴ്സറികളിലും ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. ചേഞ്ച് റോസ് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൺലൈനിലും ഇത് ലഭ്യമാണ്. സ്ഥലപരിമിതിയുള്ളവർക്കും ഇത് വളർത്തിയെടുക്കാവുന്നതാണ്. ഒരല്പം വലിയ പോട്ട് തിരഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ. അതുപോലെ പോട്ടിലാവുമ്പോൾ നന്നായിട്ട് വളം ചേർത്ത് കൊടുത്താൽ ഇത് നന്നായിട്ട് തന്നെ വളരുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. മറ്റു വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.